എളിയ നിലയിൽ നിന്ന് വളർന്നു വന്ന് അദ്ദേഹത്തിൻ്റെ വലിയ ചിരകാലാഭിലാഷമായ ഒരു വീട് വെച്ചിട്ട് അയാൾ ഫേസ്ബുക്കിൽ ഞാൻ പണിത വീട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ അടിയിൽ വരുന്ന ഒരു കമൻറ്റ് എന്തായിരിക്കും അറിയോ? എന്തായിരിക്കും? അയിന് ജോൺ സാറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ദീർഘകാലം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തു. അതിനുശേഷം ഒരു വിഷനുമായിട്ട് സ്വന്തം നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ പോലും നല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നുള്ളൊരു വിഷനോടുകൂടി വന്നൊരു സ്ഥാപനം ആരംഭിച്ചു. അത് ആദ്യകാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പ്രതിഫലം ഒന്നും വാങ്ങാതെ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ കേരളത്തിലറിയാമല്ലോ, പ്രതിഫലം വാങ്ങാതെ എന്ത് ചെയ്താലും വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള പ്രതിഭകളെ, ഇത്തരത്തിലുള്ള വ്യക്തികളെ, ഇത്തരത്തിൽ കമ്മിറ്റഡായ ആളുകളെ ആദരിക്കുന്നതിന്, അവരെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നതിന് പൊതുവെ നമ്മുടെ പൊതുസമൂഹം മടി കാണിക്കുന്നത് കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം പലപ്പോഴും പ്രതിഭാശാലികളായ ആളുകൾ സ്വന്തം നാട്ടിൽ സംരംഭങ്ങൾ ആരംഭിക്കേണ്ട എന്ന് തീരുമാനിച്ച് നാട് വിട്ടു പോകുന്നതും തുടങ്ങുന്നെങ്കിൽ തന്നെ മറ്റേതെങ്കിലും ഒരു നാട്ടിൽ തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നതും. ഏത് സംരംഭം നമ്മുടെ നാട്ടിൽ ആരംഭിക്കുമ്പോഴും നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവം അനുസരിച്ച് അതിലെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകും. ആ കുഴപ്പം കണ്ടുപിടിച്ചേ ഞാൻ അടങ്ങൂ എന്ന് വാശിയോടെ ആ പ്രസ്ഥാനത്തെ വിമർശിച്ച് പുറകെ നടക്കുന്നവരായിരിക്കും നമ്മുടെ പൊതുസമൂഹം. ഇന്ന് സോഷ്യൽ മീഡിയ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, ഏത് ഒരു കാര്യവും, ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഗൾഫ് നാടുകളിലോ കേരളത്തിലോ തന്നെ വളരെ കാലം കഷ്ടപ്പെട്ട് എളിയ നിലയിൽ നിന്ന് വളർന്നു വന്ന് അദ്ദേഹത്തിൻ്റെ വലിയ ചിരകാലാഭിലാഷമായ ഒരു വീട് വെച്ചിട്ട് അയാൾ ഫേസ്ബുക്കിൽ ഞാൻ പണിത വീട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ അടിയിൽ വരുന്ന ഒരു കമൻറ്റ് എന്തായിരിക്കും അറിയോ? എന്തായിരിക്കും? അയിന് അതിന് ഞാനെന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും നല്ല കാര്യത്തിന് അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ വായിച്ചാൽ പിന്നെ നമ്മൾക്ക് ആ ദിവസം നിരാശയോടെ അല്ലാതെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. അപ്പോൾ പൊതുസമൂഹം ടോട്ടലി നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്ന, ഏതാണ്ടൊക്കെ പണ്ടും അങ്ങനെ ആയിരുന്നെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള അവസരമില്ലാത്തത് കൊണ്ട് ഉള്ളിൽ തന്നെ ആ നെഗറ്റിവിറ്റി സൂക്ഷിച്ചിരുന്ന കാലത്ത് നിന്ന് നെഗറ്റിവിറ്റി സമൂഹത്തിലേക്ക് മുഴുവൻ വർഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ പോലുള്ള സംരംഭകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, പ്രശംസിക്കേണ്ടത് ഒരാവശ്യമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം നിങ്ങളോടൊപ്പം ചെലവഴിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത്. ഞാൻ ആദ്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ സംരംഭങ്ങളും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾക്കുമൊക്കെ ഞാൻ അഭിനന്ദനം നേരുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ. ഇംഗ്ലീഷ് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്ന് ഒരു കാലഘട്ടത്തിൽ വലിയ സംശയം കേരളത്തിലുണ്ടായിരുന്നു. മലയാളം മീഡിയങ്ങൾ മതിയെന്നും മലയാള ഭാഷയിൽ തന്നെ നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും ഒക്കെ വിശ്വസിക്കുകയും 80കളിലും 90കളിലും ഒക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്കെതിരെ പോലും വലിയ പ്രചാരണം നടന്നിരുന്നൊരു കാലമുണ്ട്. അതൊക്കെ അന്നത്തെ ആളുകൾ പോലും മറന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ നമുക്കറിയാം, നമ്മുടെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, അവരുടെ പഠനം പോലും ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പറിച്ചു നട്ടുകൊണ്ടിരിക്കുന്നൊരു കാലം നമ്മൾ മുൻകൂട്ടി കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും എൻ്റെ തലമുറയിലുള്ളവർക്ക് കൂടി കുറേ കൂടി മികച്ച ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയേനെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമല്ല, പല ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരുമ്പോഴോ, ദേശീയ നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളോ സർക്കാർ ഓഫീസുകളുമായിട്ടോ ബന്ധപ്പെടേണ്ടി വരുമ്പോഴോ ഒക്കെ പോലും എൻ്റെ സ്ഥാപനത്തിൽ പോലും ഞാൻ നേരിടുന്നൊരു പ്രധാന പ്രശ്നം, ആ സ്ഥാപനവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പ്രോപ്പർലി ഇംഗ്ലീഷിലൂടെ ഭംഗിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകൾ കേരളത്തിൽ അഭ്യസ്തവിദ്യരായി നല്ല വിദ്യാഭ്യാസം ലഭിച്ച് പ്രൊഫഷണലുകളെന്ന് അഭിമാനിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നവരിൽ 1000-ൽ ഒരാളെ പോലും കിട്ടാറില്ല. ഇതൊരു വാസ്തവമാണ്. നമ്മൾ പഠിച്ചത്, പ്രത്യേകിച്ച് കുറച്ച് കാലം മുമ്പ് വരെ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്കൊക്കെ അറിയാം, ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ വെറുപ്പിക്കുന്ന തരത്തിൽ കുറേ ഗ്രാമറാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച്, വെർബുകൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, അഡ്ജക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ ഇതിൻ്റെയൊക്കെ എന്ത് ഉപയോഗം നമുക്കറിയാത്ത രീതിയിലാണ് ഗ്രാമർ നമ്മളെ ബാല്യകാലം മുതൽ തലയിലേക്ക് അടിച്ചു കയറ്റി ഇംഗ്ലീഷിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന മേഖലയെ പൂർണ്ണമായും നിരസിച്ച് കളഞ്ഞൊരു കാലമുണ്ട്. അതിനെ തുടർന്ന് സംഭവിച്ചത് എന്താണ്?
വൃത്തിയായി നല്ല ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ, വൃത്തിയായി ഇംഗ്ലീഷിലൊന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയാതെ പോയി. എന്നാൽ പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങുന്ന കുട്ടികളിൽ കുറച്ചൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷനിലുള്ളൊരു കമാൻഡ് ജീവിത വിജയത്തിന് എത്ര അത്യാവശ്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരാളാണ്. ഈ യാത്രകളൊക്കെ നടത്തുമ്പോൾ ഒരാൾ ഒരു സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, കേരള സമൂഹത്തിലെ കേരളീയരായ കുറച്ച് ആളുകളുടെ കൂട്ടത്തിലല്ല ഞാൻ ഈ പറയുന്നത്, ദേശീയ തലത്തിലോ അന്താരാഷ്ട്ര തലത്തിലോ ഉള്ള ഒരു സംരംഭത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഇംഗ്ലീഷിലുള്ള കമാൻഡ് അയാൾക്ക് പ്രത്യേകമായൊരു സ്ഥാനം നേടിക്കൊടുക്കും. ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ പല മൾട്ടിനാഷണൽ കമ്പനികളുടെയും സുപ്രധാനമായ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളിൽ പലരുടെയും മികവ് അവർക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ എബിലിറ്റിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അവരുടെ മാർക്കറ്റിംഗ് സ്കിൽസ് അല്ല, അവരുടെ ബുദ്ധിവൈഭവമല്ല, അവർക്ക് എങ്ങനെ ഒരു ടീമിനെ അല്ലെങ്കിൽ മറ്റു കമ്പനികളുമായിട്ടുള്ള അസോസിയേഷനെ ഗംഭീരമായ ആശയവിനിമയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കഴിവാണ് അവരെ പലരെയും ഉന്നതമായ പദവികളിൽ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, CEO ഇങ്ങനെയൊക്കെയുള്ള പദവികളിലേക്ക് ഉയർത്തിയത്. കാരണം നമ്മൾ ഉയർന്ന പദവിയിലേക്ക് ചെല്ലും തോറും നമ്മൾ വേണ്ടത് പണിയെടുക്കലല്ല, കോർഡിനേഷനാണ്, ഇൻട്രാക്ഷനാണ്, കമ്മ്യൂണിക്കേഷനാണ്, പബ്ലിക് റിലേഷൻസാണ്, മറ്റു കമ്പനികളുമായിട്ടുള്ള ആശയവിനിമയമാണ്. ഇവിടെയൊക്കെ വേണ്ടത് പവർഫുള്ളായ, കുറഞ്ഞ വാക്കുകളിൽ ശക്തമായി നമ്മുടെ ആശയം വിനിമയം ചെയ്യാനുള്ളൊരു സ്കില്ലാണ്. അത് ഇംഗ്ലീഷ് ഭാഷയിൽ വേണ്ടി വരും ലോകം മുഴുവൻ, അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ. അവിടെയാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഞാനും പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. പക്ഷേ ഞാൻ പഠിച്ച കാലത്ത് ഷേക്സ്പിയറിൻ്റെ അനോട്ടേഷനുകളും എസ്സേകളും മാത്രം പഠിച്ചു വെച്ചതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കേണ്ടടുത്ത് പോയി വേണ്ടി വന്നു ഇംഗ്ലീഷ് പിന്നെ ഒന്ന് വർത്തമാനം പറയാൻ പഠിക്കാൻ. അപ്പോൾ ഈ ഭാഷാ പഠന രീതി തന്നെ മാറ്റേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭാഷയിൽ കമാൻഡുള്ള, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, ആത്മവിശ്വാസത്തോടെ ആളുകളോട് ആശയവിനിമയം നടത്താൻ കഴിയുന്ന തലമുറകളെ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ കേരളം ലോക സമൂഹത്തിന് മുൻപിൽ തിളങ്ങുന്ന നാളുകളിലേക്ക് എത്തുകയുള്ളൂ. നമുക്കറിയാം, ഇവിടെ 1000 പേര് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ 1000 പേരിൽ നിന്ന് ഒരാളെ ലീഡറായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്, പ്രതിഭാശാലി എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? 1000 പേര് ഒരു സദസ്സിൽ നിരന്നിരിക്കുമ്പോഴല്ല. ഇപ്പോൾ അടുത്ത ഒരു 10 മിനിറ്റിലോ അല്ലെ 5 മിനിറ്റിനകം നിങ്ങളുടെ കൈകളിലേക്ക് മൈക്കുകൾ തരും. നിങ്ങൾക്ക് ഇനി എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു സെഷൻ ഉണ്ടാവുമെന്നാണ് ജോൺ സാർ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആത്മവിശ്വാസത്തോടെ കനപ്പെട്ട നല്ലൊരു ചോദ്യം ചോദിക്കുന്നവനെ ആയിരിക്കും നിങ്ങൾ കൈയടിക്കുക. അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർ സ്റ്റേജിലേക്ക് കടന്നു വന്ന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും ലീഡറായി മാറുക. കമ്മ്യൂണിക്കേഷൻ, ഞാൻ പഠിച്ചത് കമ്മ്യൂണിക്കേഷനാണ്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസമാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവനാണ് ലീഡറായി മാറുന്നത്. ലീഡർ എന്ന് പറയുന്നവനാണ് ഉടമയായി മാറുന്നത്, നാളെ നാടിനെ നയിക്കുന്നവരായി മാറുന്നത്, ഭരണാധികാരികളായി മാറുന്നത്. എന്താണ് ഈ സമൂഹത്തിൽ നടക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ലീഡറാണ്. അങ്ങനെ ഒരു ലീഡറായി മാറണമെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ കനമല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ എണ്ണമല്ല, നിശ്ചയിക്കുന്നത് ഒറ്റ കാര്യമാണ്: എത്ര ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മഹാക്രൂരനായിരുന്ന ഹിറ്റ്ലറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജർമ്മനി എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ 5, 6, 7 വർഷങ്ങൾ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പബ്ലിക് സ്പീച്ചുകളിലൂടെ അയാളെ അനുസരിക്കുന്ന അടിമകളാക്കി മാറ്റി ഒരു രാഷ്ട്രത്തെ മുഴുവൻ. പിന്നീട് ജൂതക്കൂട്ടക്കൊല മുതൽ 2ാം ലോകമഹായുദ്ധത്തിലെ കൊടും ക്രൂരതകൾ വരെ അയാൾ നടത്തിയപ്പോഴും അയാളെ അന്ധമായി അനുസരിച്ച് പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമായി ജർമ്മനി മുഴുവൻ മാറിയെങ്കിൽ അയാളുടെ ഒരൊറ്റ കഴിവ് കൊണ്ടാണ്, സംസാരിക്കാനുള്ള കഴിവ്. അയാളുടെ പ്രസംഗത്തിൻ്റെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ കാണും. നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ ഒന്നും അറിയില്ലാത്തവരുണ്ടാവാം, ജർമ്മൻ കുറച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം. ആ പ്രസംഗം കുറച്ചു നേരം കേട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇയാൾ പറയുന്നതല്ല സത്യമാണ്, ഇയാൾക്ക് വേണ്ടി ഇപ്പോൾ പോയി മരിച്ചേ പറ്റൂ എന്നുള്ളത് തോന്നുന്നു. നെപ്പോളിയൻ തകർന്ന് തരിപ്പണമായി കിടന്ന ഫ്രഞ്ച് പടയെ, നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഫ്രഞ്ച് പടയെ ഒരു പ്രസംഗത്തിലൂടെയാണ് പുനരുജ്ജീവിപ്പിച്ചത്. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അടുത്ത ഒരൊറ്റ യുദ്ധം ജീവൻ കളഞ്ഞ് അങ്ങ് യുദ്ധം ജയിച്ചാൽ കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഇതൊക്കെയാണെന്ന് ഒരൊറ്റ പ്രസംഗത്തിലൂടെ ആവേശകരമായിട്ട് അവരുടെ മുന്നിലേക്ക് എടുത്തിട്ടപ്പോൾ ആ പടയൊന്ന് ഉണർന്നു. അടുത്ത യുദ്ധത്തിൽ അവർ ജയിച്ചു. പിന്നെ നെപ്പോളിയൻ ചക്രവർത്തിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെറും ഒരു പട്ടാളക്കാരനായിരുന്ന നെപ്പോളിയൻ. സംഭാഷണത്തിനുള്ള കഴിവ്,
ആശയവിനിമയത്തിലുള്ള കഴിവാണ് നിങ്ങൾ എത്ര ഉയരത്തിലെത്തുന്നു എന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ആശയവിനിമയത്തിന് നിങ്ങൾക്ക് അവസരം തരുന്ന ഈ പ്രസ്ഥാനം ചെയ്യുന്നത് മഹത്തായൊരു സേവനമാണ്. നിങ്ങൾ ഓരോരുത്തരും ആശയവിനിമയത്തിൻ്റെ മേഖലയിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ ആശയവിനിമയം നടത്തുന്ന മേഖലയിൽ വിജയികളായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജർമ്മനിയിലേക്ക് പോകുന്നവർക്ക് ജർമ്മൻ അതുപോലെ തന്നെ ആശയവിനിമയ ശേഷി വേണം. ആശയവിനിമയമാണ് നിങ്ങളിലെ നേതാവിനെ സൃഷ്ടിക്കുന്നത്, നിങ്ങളിലെ സംരംഭകനെ സൃഷ്ടിക്കുന്നത്, നിങ്ങളിലെ വിജയെ സൃഷ്ടിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.